സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചകൾ വന്നിട്ടും പ്രധാന അധ്യാപികയിലേക്ക് മാത്രം പ്രാഥമിക നടപടികൾ നീങ്ങുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അധ്യാപികരുടെ ഉത്തരവാദിത്തങ്ങളെ ലഘൂകരിക്കുകയല്ല, പക്ഷേ അതിലുമുപരി ഉത്തരവാദിത്തം മാനേജ്മെന്റിന് അല്ലേ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ പ്രസക്തമാണ്. അതായത് പേരിനൊരു നടപടിയാണ്, പ്രധാന അധ്യാപികക്കെതിരെ നടപടി വേണ്ടേ? സ്കൂൾ മാനേജ്മെന്റിന് ഇതിൽ ഉത്തരവാദിത്തമില്ലേ? ഭൗതിക സാഹചര്യം ഒരുക്കേണ്ടത് മാനേജ്മെന്റാണ്. ഫിറ്റ്നസ് വാങ്ങേണ്ടത് മാനേജ്മെന്റ് തന്നെയാണ്. KCB ബന്ധപ്പെട്ടത് ആദ്യമായി മാനേജ്മെന്റുമായിട്ടായിരുന്നു. 8 വർഷം മുൻപേ ഉണ്ടായിട്ടുള്ള ഷെഡ് കണ്ടില്ലേ? പ്രധാന അധ്യാപികയെ അങ്ങനെയെങ്കിൽ ബലി കൊടുക്കുകയാണോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉയരുന്നത്. അപ്പോൾ ഉത്തരവാദിത്തം ഉള്ളത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് അറിയാം. കാരണം ഈ സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് സ്കൂളിനും വിദ്യാഭ്യാസ വകുപ്പിനും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നത് വളരെ പരമപ്രധാനമായ ഒന്നായിട്ടാണ് ഉള്ളതാണ്. പിന്നീട് മറ്റൊന്ന് KSCB ആണ്. KSCBക്ക് ശേഷം വരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അവരുടെ നീക്കുപോക്കാണ്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. KSCBയുടെ പൊറുക്കാനാകാത്ത അനാസ്ഥ ഫിറ്റ്നസ് നൽകിയ തദ്ദേശ വകുപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിൽ വലിയ ഉത്തരവാദിത്തമാണുള്ളത്. ആ ഉത്തരവാദിത്തങ്ങളാണിപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്.